iPad പ്രോയുടെ പുതിയ മോഡൽസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. iPad പ്രോയുടെ 11 ഇഞ്ചുമായിട്ട് വരുന്നൊരു വെർഷനും അതുപോലെ 12.9 ഇഞ്ചുമായിട്ട് വരുന്നൊരു വെർഷനും വരുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് iPad പ്രോയുടെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ 11 ഇഞ്ച് വെർഷനിൽ 11 ഇഞ്ചിൻ്റെ ലിക്വിഡ് റെറ്റിന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 1668x2388 ആണ്. പിന്നെ 12.9 ഇഞ്ചിൻ്റെ വെർഷനിൽ 12.9 ഇഞ്ചിൻ്റെ ലിക്വിഡ് റെറ്റിന XDR മിനി LED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2048x2732 ആണ്. അപ്പോൾ 12.9 ഇഞ്ച് വെർഷനിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 12.9 ഇഞ്ചിൻ്റെ വെർഷനിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. 11 ഇഞ്ചിൻ്റെ വെർഷൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. പിന്നെ രണ്ട് ടാബുകളുടെയും ഡിസ്പ്ലേയിൽ പ്രൊമോഷൻ ഡിസ്പ്ലേ അതുപോലെ ട്രൂ ടോൺ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ HDR ഡോൾബി വിഷൻ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ടാബുകളിലും ആപ്പിൾ പെൻസിലൊക്കെ വരുന്നുണ്ട്. 11 ഇഞ്ച് വെർഷൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 470 ഗ്രാമാണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 5.9 mm ആണ്. പിന്നെ 12.9 ഇഞ്ച് വെർഷൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 685 ഗ്രാമാണ്. ഇതിൻ്റെ തിക്നെസ് വരുന്നത് 6.4 mm ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ടാബുകളുടെ പ്രോസസ്സറാണ്. M1 ചിപ്പുമായിട്ടാണ് ഈ ടാബുകൾ വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാക്ബുക്കിലൊക്കെ വരുന്ന പ്രോസസ്സറാണിത്. വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറാണിത്. ഇപ്പം ഫോണുകളുടെ കാര്യത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ചിപ്പാണ് M1 ചിപ്പ്. പിന്നെ ഇതിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. ഈ ടാബിൽ ബേസ് വേരിയൻറ്റിൽ 128 GB ഇൻറ്റേർണലാണ് വരുന്നത്. അങ്ങനെ 2 TB ഇൻറ്റേർണൽ വരെ ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കറിയാവുന്നതാണ് ആപ്പിളിൻ്റെ പ്രോഡക്ട്സിൽ സാധാരണ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഈ ടാബുകളിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 18ഓളം ബാൻഡുകളും വരുന്നുണ്ട്. പിന്നെ ഈ ടാബുകളിൽ 4 സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 5 മൈക്രോഫോൺസും വരുന്നുണ്ട്. ഈ ടാബുകളിൽ iPadOS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ രണ്ട് ടാബുകളുടെയും പിന്നിൽ 2 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 12 മെഗാ പിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 10 മെഗാ പിക്സലിൻ്റെ f2.5 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 125 ഡിഗ്രിയാണ്. പിന്നെ ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ ഒരു ലൈഡാർ സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 12 മെഗാ പിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് വരുന്നത്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 122 ഡിഗ്രിയാണ്. പിന്നെ ഇതിൽ ഫേസ് ID പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടാബിൻ്റെ കൂടെ 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ Type-C ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തണ്ടർബോൾട്ട് USB 4 ആണ് വരുന്നത്. ഇത് വെച്ചിട്ട് ഹയർ റെസൊല്യൂഷനിൽ എക്സ്റ്റേണൽ ഡിസ്പ്ലേയിലോട്ട് കാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 11 ഇഞ്ചിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 71,900 രൂപയാണ്. പിന്നെ 11 ഇഞ്ചിൻ്റെ സിം ഇടാൻ പറ്റിയിട്ടുള്ള 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 85,900 രൂപയാണ്. പിന്നെ 12.9 ഇഞ്ചിൻ്റെ വൈഫൈ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 99,900 രൂപയാണ്. പിന്നെ സിം ഇടാൻ പറ്റിയിട്ടുള്ള 12.9 ഇഞ്ചിൻ്റെ വെർഷൻ്റെ 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 1,13,900 രൂപയാണ്. ഏപ്രിൽ 30 മുതൽ ഇതിൻ്റെ ഓർഡർ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. മെയ് സെക്കൻഡ് ഹാഫ് മുതൽ ഇത് അവൈലബിൾ ആയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടാബ്ലറ്റാണ് iPad Pro. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് വേണ്ടത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടാബാണെന്നുണ്ടെങ്കിൽ iPad Pro ആണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. എന്തായാലും ഈ ഒരു ടാബുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.